ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് റേഷൻ്റെ അരി വെച്ചിട്ട് ഞാൻ ഉണ്ട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴുകി എല്ലാം നല്ല വൃത്തിയായിട്ട് അരിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കണം. ഈ അരിനെ എന്നിട്ട് വേണം പൊടിച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ, ഉണ്ടയാക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി വറുത്തെടുക്കട്ടെ. എല്ലാം കഴുകി അരിച്ചതാണ്. തേങ്ങ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്, വെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട്, ഏലക്കായയും വേണം. അപ്പോൾ ഏലക്കായയും കൂടി എടുക്കാം. ഏലക്കായയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ആക്കാം. ഇനി ഞാനിത് വറുത്തെടുക്കട്ടെ. അരി അപ്പം അരി നമുക്ക് വേഗം വറുത്തെടുത്താലോ. നല്ല പൊരിഞ്ഞ് കിട്ടും. എന്നിട്ട് തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അതിനെ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം കഴിഞ്ഞ പരിപാടി. പണ്ടെല്ലാം നമുക്ക് അമ്മയെല്ലാം ആക്കി തരുന്നതല്ലേ, അടിപൊളി ടേസ്റ്റല്ലേ. കർക്കിടക മാസത്തിലൊരു ഉണ്ട ഇടിക്കലുണ്ട്. പണ്ട് ഉരലിലിട്ടിട്ടാണ് ഉണ്ടയെല്ലാം ഇടിക്കുക. ഇപ്പം ഉരളൊന്നും ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് ഉരളെല്ലാം മൂലക്ക് വെച്ചിട്ടല്ലേ ഇല്ല. അതുകൊണ്ടിപ്പം മിക്സിയിലാണ് പരിപാടിയെല്ലാം. ഉരലിലിടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അതായത് നല്ല ചൂടാവും ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് വരുമ്പോൾ. അപ്പം അന്നേരത്താണ് അത് മറിഞ്ഞ് പോവും. ഇടിച്ചിടിച്ച് വരുമ്പോൾ സൈഡിൽ നിന്നുണ്ടാവും ഇങ്ങനെ പൊന്തി വരും. അങ്ങനെ നമ്മൾ ഇടിച്ചടിപൊളിയാക്കി എന്നിട്ടാണ് ഉരുട്ടി വെക്കുക. അത് എത്ര കാലം വെച്ച് കഴിഞ്ഞാലും ഒന്നും പോയി പോവുകയില്ല. വാഴേൻ്റെ മുളിയില എന്ന് പറയും, ഉണങ്ങിയ ഇലയില്ലേ, അപ്പം അങ്ങനെ പറയും. അതിൽ ചുരുട്ടിയിട്ട് വെക്കും. എന്നിട്ട് ഉണ്ട കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉരുട്ടി കത്തിയാളിനെ കൊണ്ടെല്ലാം നിന്നിട്ട് വലിയ വണ്ണത്തിലെല്ലാം ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ കത്തിയാൾ എടുത്തിട്ടെല്ലാം അത് മുറിച്ചിട്ടെല്ലാം എടുത്തിട്ട് തരുക, ഓരോ ചെറിയ ചെറിയ കഷ്ണം. ഇപ്പം പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കിയിട്ടല്ലേ ഉരുട്ടിയെടുക്കുന്നു. അപ്പോൾ ഞാനിത് വറുത്തെടുത്തിട്ട് കാണിച്ചു തരാം. ഇതായിരുന്നില്ല, ചൂടാവും. അപ്പോൾ ഇതാ ഗൈസ്, അരിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വറുത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. എല്ലാം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. കണ്ട, നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞ് വന്നിട്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് തണിയാൻ വെക്കുക. എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കുക. എന്നിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ഓഫാക്കുന്നതാണ്. ഓഫാക്കി. അപ്പം ഇതാ അരി തണിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേശ്ശെ പൊടിക്കാൻ എടുത്തിട്ടിടട്ടെ. കുറേശ്ശെ പൊടിച്ചെടുക്കുക, നേരെ പപ്പാതി. വേഗം പൊടിച്ചെടുത്ത് വരുന്നു. ഇതാ നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തും കൂടി പൊടിക്കട്ടെ. രണ്ടാമത്തേലും പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുത്തിനെ, കരളിയൊന്നുമില്ലാണ്ട് നൈസ് പൊടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തേങ്ങയും വെല്ലവും കൂടി അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഇതാ തേങ്ങ ഇടുന്നുണ്ടേ, കുറച്ച് നേരെ പകുതി തേങ്ങയിൻ്റെ അകത്ത് ഇട്ട്. അതേപോലെ തന്നെ വെല്ലം ഇടട്ടെ. പകുതി വെല്ലം ഇട്ട് നമുക്കിത് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ തേങ്ങയും വെല്ലവും കൂടി
അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പകുതി പൊടി ഇട്ടിട്ടുണ്ട്. ഇനി വേഗം ഇത് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരും. അപ്പോൾ ഇതാ നമ്മൾ ഉരലിൽ ഇട്ടിട്ട് ഇടിച്ച പോലെ ആയിട്ട് കണ്ട ഇതാ അതേപോലെ ആയിട്ട് കിട്ടും. അതിൻ്റെ പാകത്തിനാകുമ്പോൾ ഇതേപോലെ കിട്ടും. അപ്പം ഞാൻ ഇതിലേക്ക് എടുത്ത് മാറ്റട്ടെ. എൻ്റെ അടുത്തും കൂടി ഇതേപോലെ ആക്കി എടുത്തിട്ട് വരാം. കണ്ട ഇതാ ഒന്നും പറ്റാണ്ട് കിട്ടീന് കണ്ട. അപ്പം അടുത്തും കൂടി ഞാൻ ഇതേപോലെ അപ്പം അതിൻ്റെ പാകത്തിനായി എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മറ്റതും കൂടി ഇതേപോലെ അടിച്ചെടുത്തിട്ട് വരുന്നു. അപ്പോൾ ഇത് അടുത്തും കൂടി ഇരിടുന്നുണ്ടേ. വേഗം ഇതും കൂടി ഞാൻ അടിച്ചെടുത്തിട്ട് ഈത്താന്ന് പറയുമ്പോൾ വരുന്നു. ഇത് അടുത്തും കൂടി ഞാൻ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടേ. ഉണ്ടല്ലോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏടി ഒട്ടിപ്പിടിച്ചിട്ടില്ല, ഒന്നുമില്ല. നല്ല അടിപൊളി ഉണ്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പം ഞാനിത് മിക്സാക്കട്ടെ. അപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് എല്ലാം എടുത്തിട്ട് മൊത്തം ഒരേപോലെ എല്ലാം കുഴച്ച് ക്ലിയർ ആക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉരുട്ടിയിട്ടെടുക്കാം. പണ്ടത്തെ നാടൻ അരിയുണ്ട ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് പണിയെടുക്കുന്നുണ്ട്, കുറച്ച് കശുവണ്ടി ഉണ്ടല്ലോ, അതൊന്ന് ഇതിലിടക്കിടക്കൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് രസത്തിന് വെറുതെ ഇടുന്നതാണ്. ഇത് ഇടണം നിർബന്ധമൊന്നുമില്ല, ഞാൻ വെറുതെ ഇടുന്നതാണ്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് കുഴക്കാം. പണ്ട് അമ്മയെല്ലാം ഉണ്ടാക്കുമ്പം ചില സമയം അമ്മ തന്നെ ആ കശുവണ്ടി ചുട്ട് എന്നിട്ടെല്ലാം മുട്ടി എടുത്ത് എന്നിട്ട് ഈ ഉണ്ടേൻ്റെ കൂടെ ആക്കിയിട്ട് തരുമായിരുന്നു. അപ്പോൾ അതേപോലെ ഞാനൊന്ന് ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇട്ടതാണ്. അപ്പം ഞാനിത് ഉരുട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അധികം വലിയ വണ്ണത്തിലൊന്നും ഞാൻ ഉരുട്ടുന്നില്ല, ഏകദേശം ഒരു മീഡിയം വലിപ്പത്തിൽ. ഇതാ കണ്ടല്ലോ, ഇതാ നല്ല അടിപൊളി ഉണ്ടയാക്കിയിട്ട് ഇതേപോലെ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ഇടിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും നമുക്ക് ഉണ്ട. ഇല്ലെങ്കിൽ ഉണ്ട ഇത്ര ക്ലിയറായിട്ട് നമുക്ക് കിട്ടില്ല, പൊടി പോലെയല്ല ഇപ്പോൾ. ഇതിപ്പം എടുത്ത തേങ്ങ പാകം, വെല്ലം പാകം, പൊടി പാകം എല്ലാം കൃത്യത്തിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഇത്ര കറക്റ്റായിട്ട് നമുക്ക് ഇടിച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റിയത്. അപ്പം ഞാനെല്ലാം ഉരുട്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, റേഷൻ അരി കൊണ്ടുണ്ടാക്കിയ നല്ല പെർഫെക്റ്റ് അരി ഉണ്ട്. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട നല്ല അടിപൊളി ഉണ്ടയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ.